ഓം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം 3. ആദരണീയ സുമഹാത്മാക്കളെ, വന്ദേ മാതരം. വേദത്തിൽ കാണുന്ന ജീവിത മാതൃക അല്പം അവലോകനം ചെയ്യാം. ലോകത്തിലെ ഏറ്റവും പഴക്കം കൂടിയ സാഹിത്യങ്ങളിലൊന്നാണ് വൈദിക സാഹിത്യം. വേദം എന്ന പദത്തിനർത്ഥം അറിവ്, വിദ്യ, ജ്ഞാനം എന്നൊക്കെയാണ്. ആധ്യാത്മിക ധ്യാനം എന്നും പറയാം. വേദത്തിൻ്റെ മൂലപാഠങ്ങൾ 4 മന്ത്രസംഹിതകളായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മനനം ചെയ്ത് കണ്ടെത്തുന്നതാണ് മന്ത്രം. മന്ത്രത്തിന് രൂപം കൊടുക്കുന്ന വ്യക്തിയാണ് മുനി. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവ 4 സംഹിതകളാണ്. ഇവയിൽ ഏറ്റവും പ്രാചീന ഋഗ്വേദമാണ്. 10 മണ്ഡലങ്ങളിലായി 10,000 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ പ്രപഞ്ച സൗന്ദര്യവും പ്രകൃതിയുടെ ശബളാഭയും കാണുന്നു. ഇതിൽ ഉൾക്കാഴ്ചയും ഭാവഗാംഭീര്യവും അടങ്ങിയിരിക്കുന്നു. പാഞ്ചാലദേശം വൈദിക ധർമ്മത്തിൻ്റെ വിളനിലമാണ്. അതിൻ്റെ പ്രധാന ഫലമാണ് യജുർവേദം. യജുസ് എന്നാൽ യാഗവിധി എന്നാണ് അർത്ഥം. 2000-ൽ പരം മന്ത്രങ്ങൾ അതിലുണ്ട്. കൂടുതലും ഗദ്യത്തിലാണ്. വൈദിക ക്രിയാനുഷ്ഠാനം വിവരിക്കുന്നു. സാമത്തിൽ 1875 മന്ത്രങ്ങൾ കാണുന്നു. സാമം എന്നാൽ ഗാനം എന്നാണ് അർത്ഥം. ഋഗ്വേദ ശ്ലോകം ഇതിൽ ഗാനമായി മാറി. ഹോത്രി ഹോമകുണ്ഡത്തിൻ്റെ മുമ്പിലിരുന്ന് മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഉദ്ഗാത്രി സമഗാനങ്ങൾ പാടുന്നു. അധ്വര്യൂ യജുർവേദം മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. പാമരന്മാരെ തൃപ്തിപ്പെടുത്തുന്ന മന്ത്രതന്ത്ര യന്ത്രങ്ങളാണ് അഥർവവേദത്തിലുള്ളത്. മന്ത്രങ്ങൾ എല്ലാം ഓതി പഠിപ്പിക്കുന്നു. ഇതിൽ വരുന്ന സ്തുതിയും ഭൂമി സ്തുതിയും ഋഗ്വേദം മുതൽ ഉജ്ജ്വലമായി കാണപ്പെടുന്നവയാണ്. ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും കാലക്രമത്തിൽ വേദങ്ങൾക്കുള്ളിൽ വന്നു ചേർന്നു. ബ്രാഹ്മണൻ എല്ലാത്തിനും പുരോഹിതനാണ്. ബ്രാഹ്മണങ്ങളിൽ ആചാരവിധികളാണ് ഇന്നും കുരുക്ഷേത്രവും പാഞ്ചാലവും വൈദിക മതത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. യജുർവേദത്തിലെ 2 വിഭാഗങ്ങളാണ് ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദവും. ഇതിനെ വാചസ്നേയി സംഹിതയെന്നും പറയുന്നു. പ്രകൃതിയിൽ പാദമുദ്ര പതിപ്പിച്ച് കണ്ട് പതിപ്പിച്ചുകൊണ്ട് പരാശക്തി വിരാജിക്കുന്നു. പരാശക്തിയെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ അതീവ സുന്ദരമാണ്. ഋഗ്വേദത്തിലാണ് അത് ആരംഭിക്കുന്നത്. ആരണ്യകം എന്നാൽ വനത്തിൽ വച്ച് രചിച്ച കൃതി എന്നാണ് അർത്ഥം. പ്രശാന്ത വനവാസത്തിൽ ചിന്ത വികസിച്ചു. അടുത്തിരിക്കുക
എന്ന അർത്ഥമാണ് ഉപനിഷത്തിനുള്ളത്. ഇത് രഹസ്യവിദ്യയാണ്. വേദമന്ത്രങ്ങളും ബ്രാഹ്മണാരണ്യകങ്ങളും ശ്രുതിയായി കാണപ്പെടുന്നു. അവ പൗരുഷേയമല്ല, ഉൾക്കാഴ്ച കണ്ടെത്തിയ നിത്യസത്യമാണ്. വേദങ്ങൾക്ക് ചുറ്റും വളർന്ന ഒരു സാഹിത്യ ശാഖയാണ് സ്മൃതി. കൽപ്പസൂത്രങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളെയും കർമാനുഷ്ഠാനങ്ങളെയും നിർദ്ദേശിക്കുന്നു. അത് ശ്രൗതസൂത്രങ്ങളാണ്. ഗൃഹ്യസൂത്രങ്ങളെന്നും ഇതറിയപ്പെടുന്നു. ഇതിൽ ജനി മുതൽ മൃതി വരെ അനുഷ്ഠിക്കേണ്ട വിധികൾ പറയുന്നു, ക്രിയകൾ വിവരിക്കുന്നു. ധർമ്മസൂത്രങ്ങൾ ലൗകികവും ധാർമ്മികവുമായ നിയമങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ ക്ഷേത്രഗണിതശാസ്ത്രം കാണുന്നു. ശിക്ഷ ഉച്ചാരണ നിയമശാസ്ത്രമാണ്. നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം ഇവ 6 വേദാംഗങ്ങളാണ്. ഭാരതത്തിൽ അനാദി സനാതനമായ ഒരു ദേശീയ സംസ്കാരവും സംസ്കൃതിയുമാണ് കണ്ടുവരുന്നത്. അവരുടെ ജീവിത രീതി ഉന്നത നേട്ടങ്ങൾ നേടിയിട്ടുള്ളതാണ്. ഒരു സമുദായത്തിൻ്റെ സാംസ്കാരിക നേട്ടങ്ങളുടെ പ്രത്യേകത നിശ്ചയിക്കുന്നത് അതിൻ്റെ ജീവിത വീക്ഷണമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വശ്യ സൗന്ദര്യം മൃഗതൃഷ്ണ പോലെ ഉള്ളതാണ്. ഇത് വേദസംസ്കാരത്തിൽ കാണുന്നു. ആര്യന്മാർ ലോകത്തെയും ജീവിതത്തെയും ഹാർദമായി അംഗീകരിച്ചു. ഋഗ്വേദം ഒരിടത്ത് ഇങ്ങനെ പറയുന്നു: ഇഹലോകത്തിൽ നാം സുഖിക്കണം, ജീവിക്കണം. ആര്യചിന്ത മരണത്തെ മറക്കാനോ മറയ്ക്കാനോ മുതിർന്നില്ല. മരണം അദൃശ്യ സഹചാരിയാണ്, അഥവാ അദൃശ്യ സഹചരനാണ് നമ്മോടൊപ്പം എപ്പോഴും നിലനിൽക്കുന്നത്. അത് മാനവ ബന്ധുവാണ്. ഇത് പരിപക്വമായ വീക്ഷണമാണ്. മരണത്തെ സുധീരമായി വരിക്കണം, ഭയപ്പെടരുത്. നമ്മുടെ പ്രാർത്ഥന അകാല മരണം വരരുതേ എന്ന് മാത്രമായിരിക്കണം. ജീവിതഗാനാലാപം മുഴുമിച്ചു കഴിഞ്ഞാൽ ജീവിത കലാവേദി വിട്ടുപോകാൻ സദാ സന്നദ്ധരായിരുന്നു വൈദിക കാലത്തെ ജ്ഞാനികൾ. ഗാനത്തിൻ്റെ നടുക്ക് വെച്ചുള്ള ഭംഗം ആണ് അന്ന് ഋഷിമാർ വൈദിക കാലത്ത് ഭയപ്പെട്ടിരുന്നത്. ജീവിതമാകുന്ന ഗാനം പൂർണ്ണമാക്കണം. മധുര ജീവിതം നെയ്തെടുക്കുന്ന ഘട്ടത്തിൽ തൻ്റെ ജീവിതതന്തു ഛേദിക്കപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പ്രയത്നം മുഴുവിക്കുന്നതിന് മുൻപ് മുടക്കരുതേ എന്ന ഭാവം. ഇതാണ് വേദകവി ജനങ്ങളോട് ഉപദേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത്. അന്യൂനമായ ശാരീരിക ശക്തിയോടും കാഴ്ചയോടും വീഴ്ചയോടും കേൾവിയോടും ബാഹുബലത്തോടും ഭൂതഭയത്തോടും കൂടിയ ശരത്തുക്കൾ ആയുസ്സായി അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. സ്വന്തം മക്കൾ അവരുടെ ഊഴത്തിൽ പിതൃസ്ഥാനത്തെത്തിയാൽ അവർ ലോകത്തോട് യാത്ര പറയുവാൻ സന്നദ്ധരായിരുന്നു വൈദിക കാലത്തെ
ഉത്തമ ജീവിതം നയിച്ച ജ്ഞാനികൾ. ജീവിതത്തെയും ജീവിത പ്രശ്നങ്ങളെയും ധൈര്യത്തോടും പൗരുഷത്തോടും കൂടിയായിരുന്നു അവർ അഭിമുഖീകരിച്ചിരുന്നത്. നിവർന്നു നിൽക്കുക, ഋഗ്വേദം ഉദ്ഘോഷിക്കുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. വീരന്മാരായി ജീവിക്കുക, അഥർവവേദം അനുശാസിക്കുന്നു. അധ്വാനിച്ച് ക്ഷീണിച്ചവർക്കേ ദൈവങ്ങൾ തുണ നൽകൂ. അലസനിദ്ര അവർക്ക് അരോചകമാണ്. ഋഗ്വേദം ഊന്നിപ്പറയുന്നു, മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നവൻ്റെ മിത്രമാണ് ഇന്ദ്രൻ. ഐതരേയ ബ്രാഹ്മണം അത് ഉദ്ഘോഷിക്കുന്നു. ആര്യന്മാർ അവർ രക്ഷയ്ക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന വീരോചിതമായൊരു നിവേദനമാണ്. ബലവാനായ ഞാൻ ബലവാനായ ഭവാനോട് അപേക്ഷിക്കുന്നു. ഹേ ഇന്ദ്രപതേ, ദേവപതേ, വജ്രപാണി, നമ്മെ രക്ഷിച്ചാലും ശക്തരാക്കിയാലും എന്നും. ഗോത്രത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ ആവശ്യം സാമുദായിക ഐക്യമായിരുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ പുഴ പതഞ്ഞൊഴുകുന്നു. ഒന്നിച്ചു ചേർന്ന് പോകുവിൻ, നിവർന്ന് നടന്ന് ആ പുഴ കടക്കുവിൻ. യോദ്ധാവിനെ രണഭൂമിയിൽ കാത്ത് രക്ഷിക്കുന്നു ഞാൻ. യുദ്ധം ജയിച്ചും കൃതജ്ഞതയോടുകൂടി തന്നെ നാടിൻ്റെ അഴകിനെയും ഫലഭൂയിഷ്ഠതയെയും പറ്റിയുള്ള ബോധവും ഉണരുന്നു. ഗിരികളാലും ഹിമം ചൂടിയ പർവ്വതങ്ങളാലും തമാല കാന്തി പൂണ്ട ആരണ്യകങ്ങളാലും രുചിരമായ പൃഥ്വി, ഭൂമിയിൽ കപിലവും ശ്യാമളവും അരുണവും വിവിധ വർണ്ണശബളവുമായ ഈ മണ്ണിൽ അജിതനും അഹതനും അക്ഷതനുമായി ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഭൂമാതാവ് വേണ്ടത്ര സമൃദ്ധികൾ പ്രദാനം ചെയ്യുന്നു. ഇവിടുത്തെ നദികളും നദങ്ങളും മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. യുവാക്കൾ കാർഷികോത്സുകരായി മുന്നോട്ട് നീങ്ങിയിരുന്നു. ഹേ പൃഥ്വീശ, പശുക്കൾ പാല് തരുന്നത് പോലെ മഴ വർഷിക്കണേ. കാർഷിക ജീവിതത്തിൻ്റെ ഒരു തെളിഞ്ഞ രൂപം ഋഗ്വേദം തരുന്നു. പാടത്ത് നടത്തുന്ന പണി, ജോലി, സേവനം, കൃഷികാര്യങ്ങൾ അഭ്യുദയത്തിനുള്ള മാർഗങ്ങളായിരുന്നു, വഴികളുമായിരുന്നു. മറ്റു തൊഴിലുകളും വൈദിക കാലത്ത് തന്നെ ഇവിടെ വികസിച്ച് വളർന്നിരുന്നു. ദൈവവിശ്വാസവും ധാർമ്മിക ബോധവും അഭ്യുദയങ്ങൾ നേടുവാനുള്ള വഴികൾ തുറന്നു തന്നിരുന്നു. സമ്പാദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അത് ധർമ്മമാർഗത്തിലേ പാടുള്ളൂ, ന്യായമാർഗമാകണം. സഹിഷ്ണുതയും പ്രസാദാത്മകതയും കവിതകളിൽ തെളിഞ്ഞു കാണണം. സൗഹൃദത്തോടെ ചിരിക്കുക. നമുക്കെല്ലാവർക്കും ആശകളും പരിപാടികളും ഭാവനകളും പടിപടിയായിട്ട് ഉയർന്നു വരും. മനുഷ്യരുടെ വഴികൾ വിവിധങ്ങളാണ്. കൈത്തൊഴിലും വൈദ്യവും വികസിച്ചു വന്നു വൈദിക കാലത്ത്. മന്ത്രം മനസ്സിളക്കി മറിക്കുന്ന തന്ത്രവും കൂടാണ്. സ്ത്രീകൾ സപത്നികളെ ശപിച്ചിരുന്നു.
മറ്റുള്ളവരുടെ ശാപങ്ങൾ തടുക്കുന്ന മന്ത്രങ്ങളും ഉണ്ടായി. ചില മന്ത്രസാര ഇപ്രകാരമാണ്: കിഴക്കുദിക്കുന്നത് പോലെ സൂര്യൻ നക്ഷത്രങ്ങളെ നിഷ്പ്രഭമാക്കുന്നു, ശത്രുക്കളുടെ ശക്തി അപഹരിക്കുന്നു, ആത്മവിശ്വാസത്തെ വളർത്തുന്നു. മന്ത്രങ്ങളും വേണ്ടത്ര ഉണ്ടായി. യുദ്ധമന്ത്രങ്ങളിൽ യോദ്ധാക്കളെ കലിതുള്ളിച്ചു. രണഭേരി ശത്രുക്കളെ ഭയപ്പെടുത്തി. വൈദിക കാലം ശവങ്ങളെ ദഹിപ്പിക്കുകയും അടക്കുകയും അഥവാ സംസ്കരിക്കുകയും ചെയ്യുന്ന രീതികൾ ഉണ്ടായിരുന്നു. മരിച്ച വീട്ടിൽ ആദ്യം എത്തുന്നത് സ്ത്രീകളായിരുന്നു. കണ്ണീരൊഴുക്കാത്ത, സങ്കടമില്ലാത്ത, സർവാലങ്കാരഭൂഷിതകളായ സ്ത്രീകൾ ആദ്യം മരണവീട്ടിലെത്തുമ്പോൾ അവിടുത്തെ ശോകമൂകത കുറഞ്ഞു വരുന്നു. വലിയ മനഃശാസ്ത്ര തത്വം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നു. മരണത്തിൻ്റെ മ്ലാനതയെ അകറ്റുവാൻ സ്ത്രീത്വത്തിൻ്റെ സൗന്ദര്യവും മഹിമയും പ്രത്യക്ഷപ്പെടുന്നു. ഇതിൻ്റെ ഉദ്ദേശ്യം വ്യക്തികൾ മരിച്ചു പോയാലും ജീവിത ദീപമേന്തി മുന്നോട്ട് പോകേണ്ട ഭാവി തലമുറകളെ വാഗ്ദാനം ചെയ്യുന്ന സ്ത്രീയുടെ മാതൃത്വ ശക്തി അതിജീവിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. വേദകാലത്ത് സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനം കൊടുത്തിരുന്നു. യാഗങ്ങളിൽ പ്രസന്നവദനകളായ സ്ത്രീകൾ മന്ത്രഗീതങ്ങൾ ആലപിച്ചിരുന്നു. വിദ്യാഭ്യാസം സ്ത്രീകൾക്കും വേണ്ടത്ര ലഭിച്ചിരുന്നു. വിദുഷികളായ പല സ്ത്രീരത്നങ്ങൾ രചകൾ രചിച്ചിട്ടുണ്ട്. പരസ്പര അനുരാഗമായിരുന്നു വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാന തത്വം. സ്ത്രീകൾക്ക് തങ്ങൾക്ക് പിടിച്ച ഇഷ്ടപ്പെട്ട വരന്മാരെ വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ഋഗ്വേദത്തിൽ ഘോഷയുടെയും അപാലയുടെയും ഹൃദയം ദ്രവീകരിക്കുന്ന ചരിതം കാണുന്നു. കുടുംബബന്ധവും സമാജബന്ധവും പ്രബലമായിരുന്നു. ഗുരുഭക്തിയും ഈശ്വരഭക്തിയും പുലർത്തിയിരുന്നു. ജാതിചിന്ത ഇല്ലായിരുന്നു. സാംസ്കാരികം, രാഷ്ട്രീയം, ഭരണപരം അതിനെ അധികരിച്ചുള്ള കാഴ്ചപ്പാടുകൾ സ്വീകാര്യമായിരുന്നു. സർവഭൂതങ്ങളെയും മിത്രഭാവേന വീക്ഷിക്കുന്നു. ദ്യൂവിന് ശാന്തി, അന്തരീക്ഷത്തിന് ശാന്തി, പഞ്ചഭൂതങ്ങൾക്കും ശാന്തി, സർവം ശാന്തി എന്നിങ്ങനെ ഏകലോക മാനവികതയുടെ മഹനീയ മാർഗം വൈദിക കാലത്ത് തെളിഞ്ഞ് കാണാൻ കഴിയുന്നു.